40 വയസ്സ് കഴിഞ്ഞ പല പുരുഷന്മാരും എന്നെ കാണിക്കാൻ വരാറുണ്ട്. അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല ക്ഷീണം ഉണ്ടാവും, അതുപോലെ തന്നെ പുരുഷ ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങൾക്കറിയോ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഹാർട്ടിന്റെയും രക്തധമനികളുടെയും അസുഖങ്ങളുടെ ഒരു വാണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഇത് ചികിത്സിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ നമുക്ക് തടയാൻ സാധിക്കും. ഈ അടുത്ത് ഒരു രോഗി എന്നെ കാണിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ഒരു 2 മണി കഴിയുമ്പോഴേക്കന്നെ തളർച്ച അനുഭവപ്പെടുകയാണ്. ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ക്ഷീണം, അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന പുരുഷ ലൈംഗിക പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഹോർമോൺ സപ്ലിമെന്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ കഴിച്ചു, എക്സർസൈസ് ചെയ്തു. എന്നിട്ടൊന്നും ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല. സത്യത്തിൽ ഈ 2 പ്രശ്നങ്ങളും എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത ക്ഷീണവും പുരുഷ ലൈംഗിക പ്രശ്നവും വളരെയധികം കണക്റ്റഡ് ആണ്. ഇതിന്റെ മൂല കാരണം ചിലപ്പോഴെല്ലാം എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രക്തധമനികൾക്കകത്ത ഒരു പ്രശ്നം തന്നെയാണ്. ഇത് ശരീരത്തിലെ മൊത്തം രക്തധമനികളെ ഒരുമിച്ച് ബാധിക്കുന്നത് കൊണ്ട് ഹൃദയത്തിലെ രക്തധമനികളിലും ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മസിലുകളിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹത്തെ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഒരേ സമയം ബാധിക്കുന്നുണ്ട്. ഇത് പ്രായം കൊണ്ട് മാത്രം വരുന്ന ഒരു പ്രശ്നമാണെന്ന് കണ്ട് എഴുതി തള്ളാൻ പാടില്ല. 40 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വിട്ടുമാറാത്ത ക്ഷീണവും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പുരുഷ ലൈംഗിക പ്രശ്നവും ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തത്, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വേണ്ട രീതിയിൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോവുകയാണ്. പലപ്പോഴും ക്ഷീണമുള്ള 85% ആളുകൾക്കും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്തത്, ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ വിട്ടുമാറാത്ത നീർക്കെട്ട് രക്തധമനികളെ ബാധിക്കുമ്പോൾ ഈ പ്രശ്നം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ 60% ആളുകൾക്കും ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന രക്തധമനികളുടെ നീർക്കെട്ട് അളക്കുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. മൂന്നാമത്തേത്, ശരീരത്തിലെ മൊത്തം എനർജി ലെവലിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഹോർമോണൽ താളം തെറ്റലുകൾ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ പലപ്പോഴും കുറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. നാലാമത്തേത്, കൃത്യമായ ഉറക്കം കിട്ടാതെ വരുമ്പോൾ മൊത്തത്തിലുള്ള കാർഡിയോവാസ്കുലർ ആരോഗ്യം അവിടെ താളം തെറ്റുകയാണ്. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഉറക്ക പ്രശ്നമുള്ളവർക്ക് ക്ഷീണവും ലൈംഗിക പ്രശ്നവും വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. അഞ്ചാമത്തേത്, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഈ അവസ്ഥ രക്തധമനികൾക്കുള്ളിലെ ബലക്ഷയം പലപ്പോഴും നൈട്രിക് ഓക്സൈഡ് കുറയുന്നത് മൂലമാണ് സംഭവിക്കുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷ ലൈംഗിക പ്രശ്നമുള്ള വ്യക്തികൾക്ക് 3 മുതൽ 5 വർഷത്തിനകത്ത് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ആരോഗ്യം ടെസ്റ്റ് ചെയ്യേണ്ടത്? 6 മാസത്തിലധികമായി നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. ഈ പ്രശ്നം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കുക. അതുപോലെ തന്നെ പാരമ്പര്യമായി ഹാർട്ടിന്റെ അസുഖമുള്ളവരോ പ്രമേഹമുള്ളവരോ BP ഉള്ളവരോ ഡോക്ടറെ കാണിക്കുക.